വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വർക്കലയിലെ പോലീസ് നടപടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം AKNE പരാമർശിക്കുകയും അതിനോടുള്ള പ്രതികരണങ്ങൾ കൂടി വരികയും ചെയ്തതോടെ ഇത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. എന്തായിരുന്നു വർക്കലയിൽ സംഭവിച്ചത്? വേഗത്തിൽ നോക്കാം. 1995 ഒക്ടോബർ 11-നാണ് ഈ ചർച്ചാ വിഷയമായി മാറിയ പോലീസ് നടപടി സംഭവിച്ചത്. അതിന്റെ തുടക്കം മാസങ്ങൾക്ക് മുന്നെയാണ്. ശിവഗിരി മഠം തിരഞ്ഞെടുപ്പിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ശിവഗിരി മഠം തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പ്രകാശ് ആനന്ദ് ഉൾപ്പെട്ട 6 വിമത സന്യാസിമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയം നേടാനായി. എന്നാൽ അതേസമയം അധികാരത്തുണ്ടായിരുന്ന ശാശ്വതീകാനന്ദ അധികാരം കൈമാറാൻ തയ്യാറായില്ല. അത് അപ്പോൾ തന്നെ അവിടെ ചെറിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1994 ഡിസംബറിൽ പ്രകാശ് ആനന്ദ കോടതിയെ സമീപിക്കുന്നു. അതായത് അധികാര കൈമാറ്റം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയിൽ എത്തുന്നത്. അധികാര കൈമാറ്റം ഉറപ്പാക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. സ്വാഭാവികമായും കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ 1995 ഒക്ടോബർ 11 പുലർച്ചെ പോലീസ് മഠത്തിൽ എത്തുകയാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ്? പോലീസിന് നേരെ പ്രതിഷേധക്കാരുടെ ആക്രമണം ഉണ്ടാകുന്നു. അതായത് അധികാരം കൈമാറാൻ തയ്യാറാകാത്തവരുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം എന്നത് ശാശ്വതീകാനന്ദയ്ക്ക് പിന്തുണയുമായി മദനിയും PDPയും ഉണ്ടായിരുന്നു എന്നതാണ്. അത് പോലീസുമായുള്ള വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിന് ബലം പ്രയോഗിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. പോലീസ് നടപടിയിൽ 200-ലേറെ പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഒപ്പം തന്നെ ഗുരു സ്ഥാപിച്ച ക്ഷേത്രത്തിനും മഠത്തിനും കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. പോലീസ് നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ആ കാലയളവിൽ ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ വീണ്ടും വിവാദ വിഷയമാകുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമാകുന്ന വർക്കലയിലെ പോലീസ് നടപടി.